Listen once more. Fill in the blanks. Choose words from the box. We finished that. First one. എന്തെങ്കിലും correction ഉള്ളവരൊക്കെ ഇപ്പോൾ ചെയ്യുക. എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അതായത് first one, cow gives us milk. First one. And your second one is hens lives in a coop. Hens are lives in a coop. And your third, the animals we keep at home are called pet animals. Okay. And your fourth, we keep fishes in an aquarium. Okay, fine. Finish it all. Yes. And then your next activity is match the animals with their home. Match the animals with their home. First one is a horse. There is a picture of a horse. അവിടെ എന്തുണ്ട്? ഒരു കുതിരയുടെ പിക്ചർ ഉണ്ട് അല്ലേ? ഹോഴ്സിന്റെ പിക്ചർ ഉണ്ട്. അതിനെ ഏത് ഷെൽട്ടറുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? ഹോഴ്സിന്റെ ഷെൽട്ടർ അതിൽ എവിടെയോ എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഹോഴ്സിന്റെ ഷെൽട്ടറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലൈൻ വരച്ചിട്ട് മാച്ച് ചെയ്യേണ്ടത് അല്ലേ? Okay, then what we call the horse shelter? എന്താണ് സെറ മരിയ? അതിന്റെ ആൻസർ എന്താണ് മോളെ? ഫസ്റ്റ് വൺ, ഹോഴ്സിനെ നമ്മൾ എങ്ങോട്ടാ മാച്ച് ചെയ്യേണ്ടത്? സ്റ്റേബിൾ. ഓക്കെ, നല്ല നീറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യാ? ഹോഴ്സിനെ സ്റ്റേബിളിലേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, ഹോഴ്സ് സ്റ്റേബിൾ. നല്ല നീറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ ലൈൻ അങ്ങ് എവിടേക്ക് വരക്കുക? ഹോഴ്സിലേക്ക്, സ്റ്റേബിളിലേക്ക് വരച്ചിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് പിക്ചർ എന്താണ്? സെക്കൻഡ് പിക്ചർ ഷബറ, സെക്കൻഡ് പിക്ചർ എന്താണ്? Rabbit. And which is rabbit shelter? Which one is a rabbit shelter? ഏതാണ്? Hutch. Okay. ഹച്ച് എന്നുള്ളതാണ് ആരുടെ ഷെൽട്ടർ? റാബിറ്റ്സിന്റെ ഷെൽട്ടർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? റാബിറ്റ്സിനെ ഒരു ലൈൻ വരച്ചിട്ട് നേരെ ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. ഹച്ച് എന്നെഴുതിയതിലേക്ക് ലൈൻ വരച്ചു കൊടുത്തിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, ഹച്ച്, ഹോഴ്സ്, സ്റ്റേബിൾ, റാബിറ്റ്, ഹച്ച്. ഫിനിഷ്. And your third picture is a dog. Your third picture is a dog. That's a dog's picture. And where is a dog lives? എവിടെയാണ്? എവിടെയാണ് ജിയ റോസ്? കെനൽ. ഓക്കെ, ഡോഗ് കെനൽ. ഓക്കെ, നന്നായിട്ടൊരു നീറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് മാച്ച് ചെയ്യാം. ഡോഗ് കെനൽ. ഓക്കെ. ആൻഡ് യുവർ ലാസ്റ്റ് പിക്ചർ ഈസ് എ ഹെൻ അല്ലേ? അവസാനമുള്ള പിക്ചർ ഏതാണ്? ഹെന്നിന്റെ ആണ് അല്ലേ? ഹെൻ ഈസ് കെപ്റ്റ്. ഹെൻ എവിടെയാണ് ഉണ്ടാവുക? എവിടെയാണ് റിച്ചാർഡ്? Coop. Okay, hen is in coop. Okay, so horse, stable, rabbit, hutch, dog, kennel, hen, coop. Okay, you completed it. Chedu? Yes, finish. Okay, then take the next page, 132. Take your next page.
and scramble the letters to get the names of some animals. അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? കുറച്ച് വേർഡ്സ് അല്ലേ, കുറച്ച് ലെറ്റേഴ്സ് ഓർഡർ ഒക്കെ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ. കുറച്ച് ലെറ്റേഴ്സ് അവിടെ ഇങ്ങനെ ഓർഡർ ഒന്നും ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. ദെൻ അത് എന്ത് ചെയ്യണം നമ്മള്? അതിൽ നിന്ന് ഒരു ആനിമലിന്റെ പേര് എഴുതുക അല്ലേ. അതൊക്കെ ഓർഡർ അനുസരിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് കറക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ആനിമലിന്റെ പേര് കിട്ടും. അങ്ങനെ നമ്മൾ ഈ എല്ലാ ലെറ്റേഴ്സും ഓർഡർ അനുസരിച്ച് വെച്ചിട്ട് എന്താക്കുക? ഒരു ആനിമലിന്റെ പേരാക്കി മാറ്റുക അല്ലേ. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ WOC എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ വെച്ചാൽ ഒരു ആനിമലിന്റെ പേര് കിട്ടും. ഏതായിരിക്കും? WOC. ഏത് ആനിമൽ ആയിരിക്കും അത്? അതിനെ കറക്റ്റ് ചെയ്യണം അല്ലേ. ആ ലെറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ ഒരു ആനിമലിന്റെ പേര് കിട്ടും. ഏത് ആനിമൽ ആണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. WOC ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ആനിമലിന്റെ പേര് ഫൗണ്ട് ചെയ്യണം അല്ലേ. ഏതാണ് ഐഫൂന? Cow. Cow. Okay, very good. Cow. Cow. COW എന്നത് കറക്റ്റ് ചെയ്ത് എഴുതുക. Cow. 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 Okay, അതുപോലെയാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ആ ലെറ്റേഴ്സിൽ നിന്ന് എന്തുണ്ടാക്കുക? ഒരു ആനിമലിന്റെ പേര് ഫൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ WOC എന്നുള്ളത് കറക്റ്റ് ചെയ്തിട്ട് COW എന്ന് ആക്കുക. And the second word NEH എന്നാണ് ഇവിടെ ഉള്ളത് അല്ലേ. NEH ആ വേർഡിനെ കറക്റ്റ് ചെയ്താൽ ഏതോ ഒരു ആനിമലിന്റെ പേരാകും അല്ലേ. അതെന്താണ്? എന്താണ് ആയുഷ്? Yeah, hen. 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 Okay. First one cow and second one is hen. 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 First one cow and second one hen and third animal ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? MACLE. MACLE എന്നവിടെ ഉണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ആനിമലിന്റെ പേര് കിട്ടും അല്ലേ. എന്താണ് അത് എന്ന് നോക്കാം. റിച്ചാർഡ്, which animal is that? Camel. Yeah, camel. 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 And fourth. നോക്ക. KODNYE. ആ ലെറ്റർ ഒക്കെ ഓർഡർ ചെയ്താൽ എന്ത് കിട്ടും? ഒരു ആനിമലിന്റെ പേര് കിട്ടും. ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് അമൃത? Donkey. Yeah, donkey. DONKEY. Donkey.
Donkey. Okay. Then fifth one, RHSOE. അത് ഓർഡർ ചെയ്താൽ ഒരു അനിമലിന്റെ പേര് കിട്ടും. RHSOE. അത് ഏത് ആനിമലാണ്? ഏത് ആനിമലാണത്? ഏതാണ് ഏബൽ മാത്യു? ഏബൽ മാത്യു. Horse. Horse. That is horse. HORSE എന്നത് കറക്റ്റ് ചെയ്ത് എഴുതുക. HORSE. And sixth one, LOKCUBL. LOKCUBL. അത് ഏത് ആനിമൽ ആണ്? ആ ലെറ്റേഴ്സ് ഓർഡർ ചെയ്ത് വെച്ചാൽ എന്ത് കിട്ടും? ഒരു ആനിമലിന്റെ പേര് കിട്ടും. അത് ഏത് ആനിമൽ ആണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണത്? നമ്മുടെ ഈ പോർഷനിൽ പഠിച്ചിട്ടുള്ള ഒരു ആനിമൽ തന്നെയാണ്. ഏതാണ്? ജോവിൻ ആൻഡ് ജോയൽ. ഏതാണ്? എലഫന്റ് ആണോ? സിക്സ്ത് വൺ അല്ലേ മിസ് ചോദിച്ചത്? സിക്സ്ത് വൺ. Yes, that is bullock. 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 Okay. And seventh. Seventh എന്താണ്? Seventh എന്താണ് ദീക്ഷിത്? Seventh ഏത് അനിമൽ ആണ് അത്? Seventh. Ox. Seventh one. Ox. Seventh one മോനു. Ox. Ox. അത് എയ്ത്ത് വൺ അല്ലേ? Seventh. Elephant. 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 Okay. Seventh one is elephant and eighth one ox. Okay. Elephant, ox. Clear? First one, cow, hen, camel, donkey, horse, bullock, elephant, ox. Okay. ഇത്രയുമാണ് എന്ത് ഓർഡർ അൺസ്ക്രാമ്പിൾ ആയി കൊടുത്തിട്ടുള്ള ആനിമൽസിന്റെ പേരുകൾ. ഓക്കെ. ദെൻ വരുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതെന്ത് ചെയ്യാം? മിസ് നിങ്ങൾക്ക് ഇന്ന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? കറക്റ്റായി നോക്കി എഴുതിയാൽ മതി. ഓക്കെ. ദെൻ
ടേക്ക് കോക്കോ ടു ദ ബൗൾ ഓഫ് മിൽക്ക്. എന്താണ് ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി ഉണ്ട്. നല്ല രസമുള്ള ആക്ടിവിറ്റി ആണ് അല്ലേ? ചെയ്യാൻ വേണ്ടി നല്ല രസമുള്ള ഒരു ആക്ടിവിറ്റി ആണ് കൊടുത്തിട്ടുള്ളത്. ടേക്ക് കോക്കോ ടു ദ ബൗൾ ഓഫ് മിൽക്ക്. ദാറ്റ് ഈസ് എ പെറ്റ് ക്യാറ്റ് അല്ലേ? അതൊരു ക്യാറ്റ് ആണ്. അതിന്റെ പേരെന്താണ്? കോക്കോ എന്നാണ് അതിന്റെ പേര്. അതിന് എങ്ങോട്ട് പോകണം? അപ്പുറത്ത് ഒരു ബൗളിൽ മിൽക്ക് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ വേറെ ഒരു ലൈനിലും ടച്ച് ചെയ്യാതെ നേരെ എന്ത് ചെയ്യണം? ആ ക്യാറ്റിനെ ഈ ബൗളിന്റെ അടുത്തേക്ക് എത്തിക്കണം അല്ലേ? നല്ല ലൈൻ വരച്ചിട്ട് എവിടെയും ടച്ച് ചെയ്യാതെ ക്യാറ്റിനെ എവിടെ എത്തിക്കണം? ഈ മിൽക്ക് ഓഫ് ബൗളിന്റെ അടുത്ത് എത്തിക്കുക. അപ്പൊ എല്ലാവരും ഒന്നത് ചെയ്തേ. എവിടെയാണ് എന്ന് വെച്ചാല് കറക്റ്റ് ആയിട്ട് വഴിയിലൊന്നും ബ്ലോക്ക് ആവാതെ നല്ല നീറ്റ് ആയിട്ട് എന്ത് ചെയ്യാ? ഈ കോക്കോനെ എവിടെ എത്തിക്കുക? ബൗൾ ഓഫ് മിൽക്കിന്റെ അടുത്ത് എത്തിക്കുക. എങ്ങനെയാണ്? വേറെ ലൈനിലൊന്നും ടച്ച് ചെയ്യരുത് കേട്ടോ. വഴി ബ്ലോക്ക് ആവരുത്. നല്ല നീറ്റ് ആയിട്ട് വേണം ചെയ്യാൻ. ഫിനിഷ് ആയവര് പറയണേ. ലൈൻ വരച്ച് ഫിനിഷ് ചെയ്ത അവര് പറയണേ മിസ്സിനോട്. ഓക്കെ, റയാൻ ചെയ്തു, അയാൻ, വിജേഷ്, ആദിത്ത്, നീലാഞ്ജന, ബിയോണ, മുഹമ്മദ് മുബ്താസിം, ദീക്ഷിത്, ഏബൽ മാത്യു, കുറേ പേര് ചെയ്തു അല്ലേ? അലൻ ജോസഫ്, നൈല ഷക്കീർ, എല്ലാവരും ചെയ്തോ? നല്ല ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യാ? അതിനെ എവിടെ എത്തിക്കുക? ആ ബൗളിന്റെ അടുത്ത് എത്തിക്കുക അല്ലെ? നല്ല നീറ്റ് ആയിട്ട് ഒരു ലൈൻ എങ്ങോട്ട് വരക്കുക? ആ ബൗളിന്റെ അടുത്തേക്ക് വരച്ചു കൊടുക്കുക. ഫിനിഷ് ആയോ? ഓക്കെ, ബിയോണയൊക്കെ ചെയ്തിട്ടുണ്ട്. യെസ്, അങ്ങനെ തന്നെയാണ്. ഷോമി, എല്ലാവരും ചെയ്തതൊന്ന് കാണിച്ചേ. എങ്ങനെയാ വരച്ചേന്ന്? ഓക്കെ, അപ്പോ നമ്മുടെ ആ പോർഷൻ ഫിനിഷ് ആയി. ഓക്കെ, അതിലിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമാണ് തരാനുള്ളത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ത് ചെയ്യാം? മിസ് നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നോക്കിയിട്ട് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് ഒന്നും മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. നന്നായിട്ട് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. then അതിനുശേഷം നന്നായിട്ട് വായിച്ച് പഠിക്കാം. ഓക്കെ, then നമുക്ക് പുതിയ പോർഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പുതിയ പോർഷൻ ആണുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. എന്താണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. പീപ്പിൾ ഹു ഹെൽപ്പ് അസ്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നെക്സ്റ്റ് ക്ലാസ്സിൽ അവർ ന്യൂ പോർഷനിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ? നിങ്ങൾക്കറിയോ ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതൊക്കെ ആൾക്കാരുണ്ട്? നമ്മളെ പല കാര്യങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. ആർക്കെങ്കിലും അറിയോ ആരൊക്കെയാണെന്ന്? ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് പീപ്പിളിന്റെ നെയിം അറിയാമോ നിങ്ങൾക്ക്? ഓക്കെ, മുഹമ്മദ് മുബ്താസിം ആരാണ്? Doctor. യെസ്, ഡോക്ടർ. ആൻഡ് ബിയോണ? ഏതാണ് മോളെ? ഏതൊക്കെയാണ് മോളെ ബിയോണ? Police. പോലീസ്. ഓക്കെ, അപ്പോ പോലീസ്. then ആരാണ്? റേയാൻ.
മറ്റൊരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? Postman. പോസ്റ്റ്മാൻ. ഓക്കെ, പോസ്റ്റ്മാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ വേറെ ആരുണ്ട് ഏബൽ മാത്യു? Teacher. ടീച്ചർ. ഓക്കെ, അപ്പൊ ടീച്ചർ, ഡോക്ടർ, പോസ്റ്റ്മാൻ, പോലീസ്മാൻ ഇവരൊക്കെ ആരാണ്? നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? വേറെ ആരാണ്? റിച്ചാർഡ്, Tailor. ടൈലർ. ഓക്കെ, ഇവരൊക്കെ നമ്മളെ ഡിഫറെന്റ് കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഹെൽപ്പിംഗ് പീപ്പിളിനെ കുറിച്ചാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ കഴിഞ്ഞ പോർഷൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ദെൻ പുതിയ പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ദെൻ സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോഴേക്കും എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും. നന്നായി പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. നന്നായി കുറേ തവണ വായിച്ചു നോക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അത് നന്നായി പഠിച്ചിട്ട് വരണം.